കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യേച്ചിയും വൈശാഖേട്ടനെ കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. കാരണം വൈശാഖേട്ടൻ നമ്മുടെ ഹൗസ് വാമിങ്ങിനൊന്നും വന്നിട്ടില്ല, വീടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരികയും ചെയ്യാം. അതുപോലെ തന്നെ പട്ടാമ്പിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട്ടേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരവിടുന്ന് പുറപ്പെട്ടു, വീട്ടിൽ നിന്ന് പോന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം കുറച്ച് വെള്ളമൊക്കെ കലക്കി വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും അവരെ കാത്തിട്ടായിട്ടിരിക്കണത്. അത് പിന്നെ അങ്ങനെയാലോ, ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുക്കി അവരെ കാത്തിരിക്കുമല്ലോ നമ്മൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വരും ചെയ്തു കേട്ടോ. വന്ന പാടെ തന്നെ ദൃശ്യേച്ചി ഇതേ കവർ വേഗം എൻ്റെ നേരെ നീട്ടിട്ടോ. ഞാൻ കയ്യും വീശിയിട്ടല്ല വന്നേക്കണ്, പാപ്പൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളിതേ വീട്ടിലേക്ക് അവരെ സ്വീകരിക്കുകയാണ്. തേജപ്പനാണെങ്കിൽ ഇതേ അവൻ്റെ കാറ് എടുത്തിട്ട് ഷോ കാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ലൂസിനാണെങ്കിൽ കാറ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നമ്മൾ 5:30 ആകുമ്പോഴേക്കും അമ്പലത്തിൽ പാട്ട് വെച്ചപ്പോഴേക്കും പറഞ്ഞു നമുക്ക് കുളത്തിൽ പോകാൻ കുളിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ തോർത്തും മുന്നോൾക്കുള്ള ട്രൗസറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ അമ്പലകുളത്തിലേക്ക് ആട്ടോ നടക്കണത്. തുമ്പിമോളാണെങ്കിൽ ഇതേ ഞാൻ ആര്യാന്ന് തെറ്റിദ്ധരിച്ചിട്ട് കേട്ടോ എൻ്റെ ഒക്കത്തേക്ക് വേഗം കയറിയേക്കണത്. ആര്യ ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പം അമ്പലത്തിൻ്റെ അവിടെ മറ്റേ കൊന്നപ്പൂവില്ല, അതൊക്കെ നന്നായി പൂവിട്ടിട്ടുണ്ട് കേട്ടോ. കുളത്തിൽ കുളിക്കാൻ വന്നിട്ട് കരക്ക് കയറി ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, കാറ്റത്ത് നമ്മുടെ കുളത്തിൽ ചണ്ടി പോലെ വരില്ലേ, ആ സംഭവങ്ങളൊക്കെ അതേ കാറ്റത്ത് ഇങ്ങോട്ടും ഒഴുകിയിട്ട് ഇവിടെ വന്ന് അടിഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ ആദർശ് ഇത് രണ്ടും കൽപ്പിച്ചിട്ട് ഒരു പട്ടയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അത് വീശി ഇങ്ങനെ നീക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് കാറ്റ് വീശുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വരണതാണ്. അപ്പോൾ തുമ്പിമോൾക്ക് ഇതേ തേജപ്പൻ്റെ ഒരു ട്രൗസർ ഇട്ട് കൊടുത്തിട്ട് അവളെ അതിന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങാന്നുള്ള പ്ലാനിൽ തന്നെയാണ് കേട്ടോ. കാരണം അത്രയും ആഗ്രഹിച്ച് ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ അവസാനം ആരിറങ്ങും എന്ന് വിചാരിച്ചിട്ട് വൈശാഖേട്ടൻ തന്നെ ഇറങ്ങിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മളിത് എത്ര ചിക്കി മാന്തി ഇങ്ങനെ നീക്കിയിട്ടാലും ഇതിങ്ങോട്ട് തന്നെ വരികയാണ്. കാരണം ഫുൾ കാറ്റ് ഈ ഒരു സൈഡിലേക്ക് ആടുന്നു. അപ്പോൾ അതിങ്ങനെ ആ കാറ്റത്ത് ഇങ്ങനെ നീങ്ങി വരികയാണ് നടന്നു കേട്ടോ. പിന്നെ അവരതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. ആകെ മൊത്തം നല്ല തിമിർത്താടി കളിച്ചു കേട്ടോ കുളത്തിൽ കിടന്നിട്ട്. ഞങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ വൈശാഖേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കുളം ഉണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഇതുപോലെ കുളിക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുളത്തിലേക്ക് അവരെ കൊടുന്നു കേട്ടോ. തുമ്പിയാണെങ്കിൽ അതേ കുളത്തിൽ നിന്ന് കയറാൻ ഒട്ടും കൂട്ടാക്കണില്ല കേട്ടോ. തുമ്പിയുള്ള കാരണം വൈശാഖേട്ടനൊന്നും ആസ്വദിച്ച് കുളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വൈശാഖേട്ടൻ ഇത്രയും കുളത്തിലെ അഭ്യാസ പ്രകടനങ്ങൾ കാട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് കിടന്നിട്ട് കുളത്തിൽ തല കുത്തി നിൽക്കുക എന്തൊക്കെയോ ചെയ്തിടുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൈയും കാലൊക്കെ ഒന്ന് അവിടെ നിന്ന് കഴുകിയിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോണത്. ഞാൻ പിന്നെ വേഗം ചായ വെക്കാൻ പോയിട്ടോ. വിൻഷേട്ടൻ വേഗം വിളക്കുളത്തിലും തീർത്തു. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴേ പിള്ളേർ ഇവിടെ നല്ല ജീപ്പ് ഓടിക്കലും കളിയിലാടുന്നു കേട്ടോ. ഇവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് നേരം പോയിരുന്നു. ഒരു 10 മണി വരെ ഇരുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. ഞാനാണെങ്കിൽ ഫുള്ള് വെജായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിൻഷേട്ടത്തെ പൊറാട്ടയും ബീഫൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരട്ടോ ചെയ്തത്. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വിൻഷേട്ടൻ എനിക്ക് പാത്രമൊക്കെ കഴുകിയെന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ആദർശ് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കി തുടങ്ങിയിട്ടോ. ദൃശ്യേച്ചിയും വൈശാഖേട്ടനൊക്കെ ഇന്നൊരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്ന് ഇതേ രാവിലത്തെ ട്രെയിന് കോഴിക്കോട്ടേക്ക് പോകാന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.